ഹായ്, ഐ ആം രാജേഷ്. ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത് വളരെ വിഷമത്തോടു കൂടിയാണ്. സാധാരണ നിങ്ങളുടെ മുന്നിലേക്ക് ഞാനൊരു കോണ്ടന്റുമായിട്ട് വരുന്നത് വളരെ ഹാപ്പി ആയിട്ടാണ്. പക്ഷേ ഇന്ന് എനിക്ക് വളരെ വിഷമമുണ്ട്. കാര്യമൊന്നുമല്ല, നിങ്ങൾ ഇന്നത്തെ വാർത്തയിൽ കണ്ടിട്ടുണ്ടായിരിക്കും. കണ്ണൂരുള്ള ഒരു കുഞ്ഞ്, ശ്രീനന്ദ എന്നങ്ങനെയാണ് പേര്. അവൾക്ക് 18 വയസ്സേ ആയുള്ളൂ. അവൾ മരിച്ചുപോയി. എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ അവളുടെ അന്നനാളവും ആമാശയമൊക്കെ ചുരുങ്ങിപ്പോയി. കാരണം മറ്റൊന്നുമല്ല, യൂട്യൂബിൽ കണ്ട വെയിറ്റ് കുറയ്ക്കാനുള്ള, വണ്ണം കുറയ്ക്കാനുള്ള ഡയറ്റ് എടുത്തതാണ്. ആരുടെയൊക്കെയോ വീഡിയോ കണ്ട് അവളുടെ ഡയറ്റ് എടുത്തതാണ്. ഒരു ഫിറ്റ്നസ് ഇൻഫ്ലുവൻസർ എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ ഒരു പേഴ്സണൽ ട്രെയിനർ എന്നുള്ള രീതിയിൽ, ഒരു സർട്ടിഫൈഡ് പേഴ്സണൽ ട്രെയിനർ എന്നുള്ള രീതിയിൽ വളരെ വിഷമമുള്ള ഒരു കാര്യമാണ്. ഒരു മനുഷ്യൻ എന്ന രീതിയിലും വളരെ വിഷമമുള്ള ഒരു കാര്യമാണ്. യൂട്യൂബിൽ വണ്ണം കുറയ്ക്കാനും വണ്ണം കൂട്ടാനും എന്ന് പറഞ്ഞിട്ട് 100 കണക്കിന് സിമ്പിൾ ടിപ്സ് ആണ് നിങ്ങൾക്ക് കിടക്കുന്നത്. അതായത് 7 ദിവസം കൊണ്ട് ഇന്ന ജ്യൂസ് കുടിച്ചാൽ നിങ്ങൾക്ക് വണ്ണം കുറയാം, രാവിലെ എഴുന്നേറ്റ് വെള്ളത്തിൽ നാരങ്ങ നീരും തേനും കലക്കി കുടിച്ചാൽ നിങ്ങൾക്ക് വണ്ണം കുറയ്ക്കാം എന്നും പറഞ്ഞിട്ട് 100 കണക്കിന് ടിപ്സുകൾ നിങ്ങൾക്ക് കിടപ്പുണ്ട്. ദയവ് ചെയ്ത് നിങ്ങൾ ഇത്തരത്തിലുള്ള കുറുക്കു വഴികളിലേക്ക് പോകരുത്. നിങ്ങൾക്ക് കൃത്യമായിട്ട് വണ്ണം കുറയ്ക്കാനുള്ള രീതികളും വണ്ണം കൂട്ടാനുള്ള രീതികളും പറഞ്ഞുള്ള വീഡിയോസും ധാരാളമുണ്ട്. എൻ്റെ ചാനലിൽ തന്നെ ഞാൻ കൃത്യമായിട്ടിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഡയറ്റ് പിടിക്കുമ്പോൾ എത്ര പ്രോട്ടീൻ വേണം, എത്ര കാർബ് വേണം, എത്ര ഫാറ്റ് വേണം, അല്ലെങ്കിൽ എത്ര ഫൈബർ വേണം എന്നൊക്കെ പറഞ്ഞിട്ട് കൃത്യമായ ഡയറ്റ് ഞാൻ തന്നെ ഇട്ടിട്ടുണ്ട്. ഒരുപാട് പേര് ഇട്ടിട്ടുണ്ട്. പക്ഷെ അതിനൊന്നും കിട്ടാത്ത റീച്ചാണ് ഇത്തരത്തിലുള്ള സിമ്പിൾ ടിപ്സ് പറയുന്ന ഏതൊക്കെയോ ഒരു രീതിയിൽ സർട്ടിഫൈഡും അല്ലാത്ത ആരൊക്കെയോ വന്നിരുന്ന് പറഞ്ഞിട്ട് പോകുന്ന വീഡിയോസ് കണ്ടിട്ട് നിങ്ങൾ ദയവ് ചെയ്ത് ഇത്തരത്തിലുള്ള ഡയറ്റുകൾ അനുകരിക്കരുത്. ഒരു കാര്യം മനസ്സിലാക്കുക, നിങ്ങളുടെ വണ്ണം കുറയ്ക്കാനും കൂട്ടാനും എളുപ്പ വഴികളൊന്നുമില്ല. ഈ വർക്കൗട്ട് ചെയ്യണം, ജിമ്മിൽ പോകണം, അതോടൊപ്പം തന്നെ നിങ്ങളുടെ കാലറി ഡെഫിസിറ്റ് ഉള്ള ഡയറ്റ് കീപ്പ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞാൽ ആർക്കും അത് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. ഒരു കാര്യം മനസ്സിലാക്കുക, നിങ്ങളുടെ ബോഡി ഫങ്ഷൻ ചെയ്യാനായിട്ടൊരു ബേസിക് ആയിട്ടുള്ള കുറച്ച് എനർജി ആവശ്യമുണ്ട്. ആ എനർജി നമ്മളെ ഡെയിലി ആക്ടിവിറ്റിക്കല്ല, നമ്മുടെ ബ്ലഡ് സർക്കുലേഷനും നമ്മുടെ ഇന്റേണൽ ഓർഗൻസ് ഫങ്ഷൻ ചെയ്യാനും ഒക്കെ ആ ബേസിക് ആയിട്ടുള്ള എനർജി വേണം. ആ എനർജി പോലും നമ്മൾ കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ബോഡി ഇതുപോലെ റിയാക്ട് ചെയ്യും. നിങ്ങൾക്ക് വണ്ണം കുറയ്ക്കണമെന്നെങ്കിൽ നിങ്ങളുടെ ടോട്ടൽ ഡെയിലി എനർജി എക്സ്പെൻഡിച്ചറിൽ നിന്ന് നിങ്ങൾക്ക് ഒരു 300-400 കാലറി കുറച്ച് നിങ്ങൾക്ക് വണ്ണം കുറയ്ക്കാം, 400 കാലറി കൂട്ടി വണ്ണം കൂട്ടാം. അല്ലാതെ ഇതുപോലെ സിമ്പിൾ ടിപ്സിന്റെ പുറകെ നിങ്ങൾ പോകരുത്. വളരെ വിഷമത്തോടു കൂടി പറയുകയാണ്, ഇത്തരത്തിലുള്ള വീഡിയോസ് നിങ്ങൾ ആരെങ്കിലും ഇടുന്ന ഏതെങ്കിലും ഒരു ഇൻഫ്ലുവൻസേഴ്സ് കാണുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ഇത്തരത്തിലുള്ള ടിപ്സുകൾ ഇടരുത്, പ്ലീസ്.